കായംകുളംകാലിൽ കുട്ടിവളത്തിലാണ് വരുന്നത്. അവിടെ തേവർ കണ്ടെല്ലാം വരുന്നത് കേട്ടുണ്ട്. അവിടെ പോകത്തില്ല. ശുദ്ധിപ്പെടുത്തത്തില്ല. വിട്ട് കഴിഞ്ഞാലും അന്നേരം അനുഭവം ഉണ്ടാവും, പാമ്പ് ഓടിക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വള്ളം ഇങ്ങോട്ട് വരാൻ വന്നപ്പോൾ കൈത്താങ്ങിട്ടാണ് കൊണ്ടുവന്നതാണ് ആ കല്ല്. നമ്മൾ നേരത്തെ കണ്ട കല്ലുകളൊക്കെ അവിടെ ഡെയിലി വിളക്ക് കത്തിക്കുന്നു, ദീപം തെളിയിച്ചു. എത്ര വർഷക്കാലം? ഒരു 100 വർഷത്തിന് മുകളിലുള്ള പഴക്കമുണ്ടോ അതോ അതിന് മുകളിലുണ്ടോ? അതിന് മുകളിൽ ഉണ്ട്. 500 വർഷം പഴക്കമുണ്ട്. 500 വർഷത്തിന് മുകളിൽ ചരിത്രം സൂചിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തേവരുകണ്ടത്തിൽ മുങ്ങിയതിന് ശേഷം പിന്നെന്താ നടന്നത്? അത് കൈത്താങ്ങിട്ട് പട്ട് പൊതിഞ്ഞ് കൈത്താങ്ങിട്ട് കൈ കഴിയുമ്പോൾ കൊണ്ടുവന്നതാണ് ഈ കല്ല്. ആ ഭഗവാനെ അവിടെ കിടത്തി. അവിടെ. അപ്പോൾ അവിടെ ദീപം തെളിയിച്ച് അവിടെ നിന്ന് ബാക്കി പറയണം. ബാക്കിയാണ് നടവരമ്പുണ്ട്. ഈ പറമ്പിൽ പോകുമ്പോൾ നടവരമ്പുണ്ടായിരുന്നു. ഈ കാണാനില്ല. അവിടെ വന്ന് ആ കൊച്ചുമുരുകന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ഒരു ഇപ്പോൾ അമ്പലമായിട്ട് പണിഞ്ഞെങ്കിൽ പോലും ശിലകളായിരുന്നു. അവിടുന്ന് പൂജയൊക്കെ വിളക്കം കത്തിച്ച് അവിടെ ക്രിസ്ത്യാനികളാണ് ഇത് ഭാഗമാണ്. അതാണ് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. അവിടെ നിന്ന് വന്ന് കയറ്റാനിട്ട് കൊണ്ടുവന്നു പ്രതിമുഖം ജംഗ്ഷൻ. രണ്ടാമത് മുഖം കണ്ട പ്രതിമുഖം കണ്ട ക്ഷേത്രമാണ് പ്രതിമുഖം ജംഗ്ഷൻ. എന്ന് അവിടെയും വിളക്കുകളിൽ വല്ലതും ഉണ്ട്. അവിടെ ഉണ്ടല്ലേ? അവിടെ നിന്ന് ട്രഷറി വിളക്ക് ആചാരം കൊണ്ട് തുള്ളലോ കൊണ്ട് അവിടെ നിന്ന് വേണം മുരുകന്റെ പഴയ ക്ഷേത്രത്തിലേക്ക് പഴയ ഒരു വേലായി സ്വാമി ഉണ്ട്. അവിടെ നിന്ന് തെക്കേ ക്ഷേത്രത്തിലേക്ക് മാറുന്നത്. തെക്കേ ക്ഷേത്രത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഈ വാദതീയൊക്കെ ഉണ്ട്. ഒരു കാലല്ലേ? അപ്പം കാല് വെക്കാൻ പറ്റും. ഒരു മന്ദൻ എന്ന് പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കൊണ്ട് റെസ്റ്റ് എടുക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ പുള്ളി കാല് കൊടുക്കാൻ വേണ്ടി നേരെ വടക്കോട്ട് തള്ളി മാറ്റിയാണ് അവിടെ തിരിപ്പായത്. അത് ശരി. കാല് കഴിക്കാൻ നിവർത്തിയവനാണ് ആ അമ്പലത്തിൽ ആദ്യം കൊണ്ടുവന്ന്. അവിടെ ആണല്ലോ മൂലസ്ഥാനം. അവിടെ നിന്ന് കാല് കൊടുത്ത് കൊണ്ടുവന്ന് ആചാരം എന്ന് പറയുന്ന ഒരു വിരിപ്പ് കണ്ടമായിരുന്നു. അതായത് തുലാംപറമ്പ് എന്ന് പറയുന്നത്. തുലാംപറമ്പിൽ നിന്ന് അവിടെയാണ് പിന്നെ സ്ഥിരമായി അവിടെ താമസമായത്. ഇവിടെ നിന്നാണ് ചരിത്രം പോകുന്നത്. ദേവസങ്കേതം എന്ന് പറയുന്നത്. അരനാഴിക അല്ലേ? പിന്നെ ഒരു ഈ ചിറ വരുത്തുപോക്കുള്ള